മാർച്ച് 5 വിഭൂതി ബുധനാഴ്ച. മത്തായി 6:1-6 വരെയും 16-18 വരെയും വാക്യങ്ങൾ. ഇന്ന് നമ്മൾ നോമ്പുകാലം ആരംഭിക്കുകയാണ്. നമ്മുടെ ജീവിതത്തെ അല്ലെങ്കിൽ കഴിഞ്ഞുപോയ ജീവിതത്തെ പരിശോധിക്കാനുള്ളൊരു സമയമാണ് നോമ്പുകാലം. കൂടാതെ ചെയ്തുപോയ തെറ്റുകളെ ഓർത്ത് മാനസാന്തരപ്പെടാനുള്ള ഒരു സമയവും. ഇന്ന് നമ്മുടെ നെറ്റിയിൽ ചാരം പൂശുന്നു. ഭൂമിയിൽ നമ്മൾ ജനിക്കുന്നതും മരിക്കുമ്പോൾ നാം ഭൂമിയിലേക്ക് തന്നെ മടങ്ങുന്നതും ഉള്ള യാഥാർത്ഥ്യത്തിൻ്റെ പ്രതീകമാണ് ചാരം. ചാരം അർപ്പിക്കുന്നതിനോടൊപ്പമുള്ള വാക്കുകൾ നമ്മൾ പൊടി ആണെന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. നമുക്ക് ഒരു അന്ത്യമുണ്ടാകും, ഒരു നാൾ നമ്മൾ മരിക്കും. എന്നിരുന്നാലും മരണം നമ്മുടെ അവസാനമാകില്ല. ദൈവത്തോടൊപ്പം നിത്യമായി ജീവിക്കുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം. ഇന്നത്തെ വായനയിൽ യേശുവിൻ്റെ വാക്കുകൾ നോമ്പുകാലത്ത് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്നതിനെക്കുറിച്ച് ചില ആശയങ്ങൾ നൽകുന്നു. മറ്റുള്ളവർ തങ്ങളെക്കുറിച്ച് ഉന്നതമായി ചിന്തിക്കാൻ വേണ്ടി മാത്രം നല്ല പ്രവൃത്തികൾ ചെയ്യരുതെന്ന് യേശു തൻ്റെ ശിഷ്യന്മാർക്ക് മുന്നറിയിപ്പ് നൽകുന്നു. തങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾക്കുള്ള അവരുടെ പ്രചോദനത്തെക്കുറിച്ച്, മോട്ടിവേഷനെക്കുറിച്ച് ശിഷ്യന്മാർ ബോധവാന്മാരായിരിക്കണമെന്ന് യേശു ആഗ്രഹിക്കുന്നു. മറ്റുള്ളവരെ സഹായിക്കാനും സ്നേഹിക്കാനും ലോകത്തെ മികച്ചതാക്കാനും ആഗ്രഹിക്കുന്നതിൽ ശരിയോ നല്ലതോ ആയ കാര്യങ്ങൾ ചെയ്യാൻ നമ്മൾ ആഗ്രഹിക്കണം. യേശു പ്രധാനമായും തൻ്റെ ശിഷ്യന്മാരുടെ പ്രവൃത്തികളെക്കുറിച്ചല്ല ശ്രദ്ധിക്കുന്നത്, മറിച്ച് അവരുടെ ആ പ്രചോദനങ്ങളെക്കുറിച്ചാണ്, ഉദ്ദേശശുദ്ധിയെക്കുറിച്ചാണ്. അവരുടെ പ്രവർത്തനങ്ങളും തീരുമാനങ്ങളും ദൈവസ്നേഹം, സുവിശേഷ സ്നേഹം, ജനങ്ങളോടുള്ള സ്നേഹം, ലോകത്തോടുള്ള സ്നേഹം എന്നിവയിൽ അധിഷ്ഠിതമായിരിക്കണം. വാസ്തവത്തിൽ സ്നേഹമാണ് എല്ലാറ്റിലും പ്രധാനം. നമ്മുടെ പ്രചോദനങ്ങൾ അല്ലെങ്കിൽ ഉദ്ദേശശുദ്ധി എത്ര നല്ലതാണ് എന്ന് നാം പരിശോധിക്കാറുണ്ടോ? മറ്റൊരാൾ എന്നെക്കുറിച്ച് നന്നായി പറയാൻ വേണ്ടി മാത്രം ഞാൻ എന്തെങ്കിലും ചെയ്യാൻ തീരുമാനിക്കാറുണ്ടോ? യേശുവിൻ്റെ ഒരു യഥാർത്ഥ അനുയായി പ്രാർത്ഥന, ഉപവാസം, ദാനധർമ്മം തുടങ്ങിയ പതിവ് പ്രവർത്തനങ്ങളിൽ എപ്പോഴും ഏർപ്പെടണം. ദൈവവുമായിട്ടുള്ള നമ്മുടെ ബന്ധം കൂടുതൽ ആഴത്തിലാക്കാനും അവന് അർഹമായ എല്ലാ മഹത്വവും നൽകാനും നാം ചെയ്യുന്ന ആത്മീയമായ പ്രവൃത്തികളാണിവ. പൊതു പ്രശംസ നേടാനല്ല, ദൈവത്തോടുള്ള സ്നേഹം പ്രകടിപ്പിക്കാനാണ് നാം പ്രാർത്ഥിക്കുകയും ഉപവസിക്കുകയും ചെയ്യുന്നത്. മനുഷ്യരുടെ പ്രശംസ നേടാനല്ല. കരുണയുള്ളവരായിരിക്കാൻ നമ്മെ പഠിപ്പിച്ചിരിക്കുന്നതിനാലാണ് നാം ദരിദ്രർക്ക് ദാനം ചെയ്യുന്നത്. ഇങ്ങനെ ശരിയായ പ്രചോദനത്തോടെ, ഉദ്ദേശശുദ്ധിയോടെ നാം പ്രവർത്തിക്കുമ്പോൾ സ്വർഗത്തിൽ മാത്രമല്ല ഈ ജീവിതത്തിലും തീർച്ചയായും നമുക്ക് പ്രതിഫലം ലഭിക്കും. പ്രിയപ്പെട്ടവരെ, യേശുവിൻ്റെ അനുയായികളിൽ നിന്ന് അവിടുന്ന് ആവശ്യപ്പെടുന്നത് ഇത്തരത്തിലുള്ള ഭക്തിയാണ്. എല്ലാവർക്കും ഈ വിശുദ്ധ ദിനത്തിൻ്റെ നന്മകൾ നേർന്നുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ പോളച്ചൻ CSSR from
കേരള.